ഗൈസ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് സൺഡേ ലീവ് ആയതുകൊണ്ട് തന്നെ എവിടുന്ന് തുടങ്ങുമെന്നാണ് രാവിലെ ചായ അടിക്കുമ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ക്ലീനിങ് ആണ്. അങ്ങനെ നേരെ തായ് ചേച്ചീൻ്റെ അടുത്ത് പോയിട്ട് മാറാലക്കൊള്ളിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് മാറാലൊക്കെ മൊത്തം തട്ടി അയലുമ്പോൾ പോയി ഡ്രസ്സൊക്കെ എടുത്തു കൊണ്ടുവന്നു. അതൊക്കെ മടക്കി വെച്ചു. പിന്നെ നമ്മൾ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കബോർഡിലേക്ക് വെച്ച് സെറ്റാക്കി. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ച്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വയറ്റിൽ നിന്ന് വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാനെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് താഴ്ന്ന് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞത്, മോളെ ഫുഡൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ തരാം ഫുഡെന്ന്. ആഹാ ആശ്വാസം. അങ്ങനെ പണികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഫുഡ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ ഫുഡ് മുഴുവൻ ആസ്വദിച്ച് കഴിച്ചു. ചോറും മുരിങ്ങയിലയും ചക്കക്കുരും കറി വെച്ചതും ചക്കക്കൂട്ടാനും മത്തി പൊരിച്ചതും മത്തിക്കറിയും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഞാൻ നല്ലോണം അടിച്ച് മിന്നി. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണോ അതോ ചേച്ചീൻ്റെ കൈപ്പുണ്യാണോ എന്നറിയില്ല, ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞൊന്ന് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ബക്കറ്റിൽ അലക്കാനുള്ള ഡ്രസ്സൊക്കെ കണ്ടത്. അപ്പോൾ അതും എടുത്ത് നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. റൂമിൽ ബാത്റൂം ഉണ്ടെങ്കിലും താഴത്തെ ബാത്റൂമിൽ പോയി കുളിച്ചാൽ എനിക്ക് റാഹത്താവുള്ളൂ. അതും കഴിഞ്ഞ് വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പം ചായയുടെ വിളി വന്നു. എന്നാൽ പിന്നെ ഒരു ചായ അടിക്കാമെന്ന് കരുതി നേരെ കിച്ചണിലേക്ക് പോയി. പാൽ കുറേ നേരം നോക്കി വന്നപ്പോൾ തിളച്ചില്ല. പിന്നെ ഒന്ന് കണ്ണ് തിരിഞ്ഞപ്പോഴാണ് തിളച്ചത്. അങ്ങനെ നല്ല ചൂടുള്ള ചായ ഊതി ഊതി കുടിച്ചപ്പോൾ ഭയങ്കര ഒരു റിലാക്സേഷൻ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.